സുഹൃത്തുക്കളെ, നമ്മളിപ്പം കുറച്ച് നാളായിട്ട് കേൾക്കുന്ന ഒരു ന്യൂസാണ് ആം, അല്ലു അർജുൻ്റെ വിഷയം. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പുഷ്പ 2 റിലീസായപ്പം തിയേറ്ററുകളിൽ തെല്ലും തിരക്കും ഉണ്ടായി. ആ തിരക്കിനിടയിൽപ്പെട്ട് ഒരു യുവതി മരണപ്പെട്ടു. അത് വളരെ ദയനീയമായ ഒരു അവസ്ഥ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിൽ അദ്ദേഹത്തിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റിയില്ല. അല്ലു അർജുൻ്റെ ഭാഗത്ത് കുറ്റമുള്ളതായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അഭിനയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയാണ്. അത് അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹം ആ കഥാപാത്രത്തിൽ നിന്ന് മാറി. അതിനുശേഷം പക്ഷേ ജനങ്ങൾ, ഒട്ടും ബുദ്ധിയും വിവരവുമില്ലാത്ത ഫാൻസുകളുടെ ഒരു ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാക്കുന്നത്. എന്ത് വെച്ചതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ആരാധനയുടെ ഒരു ഇതുകൊണ്ട് ഒട്ടും ബോധമില്ലാതെ തിരക്ക് കൂടി തള്ളി തിയേറ്ററിൽ പ്രശ്നം ഉണ്ടാക്കിയതാണ് ഈ ദാരുണമായ മരണത്തിൻ്റെ മുന്നിലുള്ള പ്രശ്നം. അപ്പോൾ അല്ലു അർജുനെ കുറ്റം പറയാനായിട്ട് യാതൊരു ചാൻസും ഇതിൽ കാണുന്നില്ല. ഇത് നമുക്ക് ആ ഒരു സിനിമ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. പക്ഷേ വിവരമില്ലായ്മ കൊണ്ടുണ്ടായ കയ്യബദ്ധം എന്നാണ് ഇതിന് പറയുന്നത്. അല്ലു അർജുൻ്റെ തൊഴിലാണ് അഭിനയം. അദ്ദേഹം അത് അഭിനയിച്ചു, നമ്മളത് ആസ്വദിക്കുക. ഈ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിയേറ്ററിൽ പോകുന്നത്. പക്ഷേ അവിടെ തിരക്കും ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസായപ്പോഴത്തേക്കിന് തിരക്ക് കൂടി ആളുകൾ പ്രശ്നമുണ്ടാക്കി. ഇത് വളരെ സങ്കടകരവും വേദനാകരവുമായിട്ട് വളരെ ഉണ്ടാക്കിയൊരു പ്രശ്നമാണിത്. ആ സ്ത്രീയുടെ കുട്ടിയും കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ച് മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചേക്കുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഒരു വാർത്തയാണ് എനിക്കിതിനെ നോക്കിക്കാണാൻ പറ്റുന്നത്. ഇനിയെങ്കിലും മനുഷ്യർ കുറച്ചും കൂടി ബോധവാന്മാരായിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമീപിക്കേണ്ടത്. നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുക. അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ചു. അദ്ദേഹം അടുത്ത കടമയിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷേ മനുഷ്യരൊട്ടും ബുദ്ധിയില്ലാതെയാണ് ഫാൻസ് എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആവേശകരമായിട്ട് ചെന്ന് ഇടിച്ചു കയറി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്. ഇനിയെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്.